ഹലോ എവരി വൺ. ഏൺസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എക്വസ്റ്റിക്സ് എന്ന ടേമാണ്. എന്താണ്? എക്വസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എക്വസ്റ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ച് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഓരോ ടേമുകൾ എന്താണ്, അവരുടെ യൂണിറ്റ് എന്താണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, അപ്പൊ എക്വസ്റ്റിക്സ് എന്താണ് നമുക്ക് നോക്കാം. ദ വേർഡ് എക്വസ്റ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്. ഈ എക്വസ്റ്റിക്സിന് തന്നെ വേറൊരു ഗ്രീക്ക് ഫോമിൽ എഴുതിയിരിക്കുന്നതാണ് എക്വസ്റ്റിക്കോസ് എന്നുള്ള വാക്ക്, മീനിങ് ഫോർ ഹിയറിംഗ്. അപ്പൊ എക്വസ്റ്റിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ എക്വസ്റ്റിക്സിനെ ഗ്രീക്കിൽ എഴുതുന്നത് എക്വസ്റ്റിക്കോസ് എന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? ഫോർ ഹിയറിംഗ്. ഓക്കെ, എക്വസ്റ്റിക്സ് എന്ന ഗ്രീക്ക് പദമാണ്. ഗ്രീക്ക് പദം എക്വസ്റ്റിക്കോസിൽ നിന്നാണ് എക്വസ്റ്റിക്സ് വന്നത്. ആ എക്വസ്റ്റിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫോർ ഹിയറിംഗ് എന്നാണ്. എക്വസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സൗണ്ട്. സോ എക്വസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? സൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫോർ ഹിയറിംഗ്, ഹിയറിംഗ് കേൾക്കുന്നത് എപ്പോഴും എന്താണ്? സൗണ്ട് ആണ് അല്ലെ? ആ സൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന എക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ എക്വസ്റ്റിക്സ് എന്ന് പറയുന്ന സൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടാണെന്ന് പറയുമ്പോൾ പോലും ഒന്നും കൂടി സ്പെസിഫിക് ആയി പറയുമ്പോൾ എന്താണ് അത്? ജനറേഷൻ ഓഫ് സൗണ്ട്, ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്, അതുപോലെ തന്നെ റിസപ്ഷൻ ഓഫ് സൗണ്ട്. ഈ മൂന്ന് കാറ്റഗറിയാണ് അത് നമുക്ക് എന്താ പറയാ, അത് നമുക്ക് പഠിക്കാൻ പറ്റണത്. അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന എക്വസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്. ഇറ്റ്സ് അബൌട്ട് ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഓൾസോ റിസപ്ഷൻ ഓഫ് സൗണ്ട്, എക്വസ്റ്റിക്സ്. ഓക്കെ, എക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അപ്പൊ എക്വസ്റ്റിക്സ് എന്നുള്ള ടേം നമ്മൾ പറഞ്ഞു ഫോർ ഹിയറിംഗ് എന്നാണ്. എക്വസ്റ്റിക്സ് എന്ന ടേം പിന്നെ ഈ നമ്മുടെ സൗണ്ടിന്റെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയേണ്ട കാര്യം എക്വസ്റ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി പ്ലേയിങ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ്. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിൽ ഈ പറയുന്ന എക്വസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾക്കൊക്കെ അറിയാം, ഓരോ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ, ഓരോ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന, പണിതുയർത്തുന്ന ഷേപ്പ്, ഓരോ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന കർട്ടനുകള്, ഫ്ലോർ മാറ്റുകള്, ഇതൊക്കെ ആ ഒരു ബിൽഡിങ്ങിന്റെ സ്വഭാവത്തിനെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് കാലം മുന്നേ തന്നെ. ഈ യൂസ് ചെയ്യുന്ന കർട്ടനുകള്, നമ്മൾ വലിയ വലിയ പള്ളികളിൽ പോകുമ്പോൾ ആ പള്ളിക്ക് ഉണ്ടാകുന്ന സ്പെസിഫിക് ഷേപ്പ്, അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന മാറ്റുകള്, ഇതെല്ലാം എത്രത്തോളം ആ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഹാളിൽ നടക്കുന്ന ഫംഗ്ഷന്റെ ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു നടത്തിപ്പിനെ എത്രമാത്രം അത് ബാധിക്കുന്നു എന്നുള്ള കാര്യം ഈ എക്വസ്റ്റിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നോക്കൂ, അപ്പൊ സൗണ്ട് ആണ് നമ്മുടെ ആള്. എക്വസ്റ്റിക്സ് എന്ന് പറയുന്നത് സൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എക്വസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഹിയറിംഗ് എന്നാണ് പറഞ്ഞു. ഇനി ഈ സൗണ്ടിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ്. ഇൻഫ്രാസോണിക്, ഓഡബിൾ സൗണ്ട്, അൾട്രാസോണിക്, ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതില് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് എന്താണ്? ലോവർ ദാൻ 20 ഹെർട്സ്. അതായത് സൗണ്ട് വേവ്സ് വിത്ത് ഫ്രീക്വൻസീസ് ലോവർ ദാൻ 20 ഹെർട്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത്. അതെന്താണ്? ഇറ്റ് ഈസ് ബിലോ ദ ഹിയറിംഗ് റേഞ്ച് ഓഫ് ഹ്യൂമൻ ബീങ്. അതായത് ഹ്യൂമണിന്റെ റേഞ്ച് ഓഫ് ഹ്യൂമൻ, നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ റേഞ്ചിന്റെ താഴെയാണ് എന്ത്? ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത്. ഈ സൗണ്ടുകൾ, അപ്പൊ ലോ ഫ്രീക്വൻസി സൗണ്ടുകളാണ് എന്ത്? ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത് അല്ലെ? അവരുടെ ഫ്രീക്വൻസി എങ്ങനെയാണ്? കുറവാണ്. ലോ ഫ്രീക്വൻസി സൗണ്ടുകളാണ് ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇനിയോ, ഈ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ ലോ ഫ്രീക്വൻസി ആയതുകൊണ്ട് നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് എന്താണ്? അത് കേൾക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ഇൻഫ്രാസോണിക് സൗണ്ടുകളുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, ഇൻഫ്രാസോണിക് സൗണ്ടുകളുടെ സോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? എർത്ത് ക്വേക്സ് അതായത് ഭൂമികുലുക്കങ്ങൾ ഇൻഫ്രാസോണിക് സൗണ്ടുകളുടെ സോഴ്സ് ആണ്. അതുപോലെ തന്നെ ഓഷ്യൻ വേവുകള്, സുനാമീസ്, ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന ഇൻഫ്രാസോണിക് വേവുകളുടെ സോഴ്സുകളാണ്. ഓക്കെ,
ഈ ഇൻഫ്രാസോണിക് വേവുകൾക്ക് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട്, വേവ് എന്നല്ല ഇൻഫ്രാസോണിക് സൗണ്ട് എന്നതിന് നമ്മൾ സ്പെസിഫിക് ആയി പറയണം. ആ ഇൻഫ്രാസോണിക് സൗണ്ടിന് അപ്ലിക്കേഷൻസ് ഉള്ള മേഖലകളാണ് ഈ സീസ്മോളജി. ഓക്കെ, ഏതൊക്കെയാണെന്ന് റെപ്രസെന്റ് ചെയ്യാം. സീസ്മോളജി എന്ന് പറയുന്ന നമ്മുടെ ഒരു ശാഖ. സീസ്മോളജി എന്ന് പറയുന്ന ശാഖ എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? എർത്ത് ക്വേക്കിന്റെ അല്ലെ, എർത്ത് ക്വേക്കിന്റെ പഠനം, അതിന്റെ സാധ്യതകളെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ആണ് സീസ്മോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിംഗ്, ഇത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഇൻഫ്രാസോണിക് സൗണ്ട് വേവ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അനിമൽ ബിഹേവിയർ, അതായത് എങ്ങനെ ഈ അനിമൽസിന് ഈ ഇൻഫ്രാസോണിക് സൗണ്ടിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു, അനിമൽ ബിഹേവിയർ. അതുപോലെ തന്നെ മെഡിക്കൽ റിസർച്ച്, ഇതെല്ലാം ഇൻഫ്രാസോണിക് സൗണ്ടുകളുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സോ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ആസ് എ ഹോൾ ബിലോ 20 ഹെർട്സിന് താഴെയുള്ള ഫ്രീക്വൻസി ഉള്ള റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ പറയുന്ന ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് വിളിക്കുക. അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ സൗണ്ടിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഇൻഫ്രാസോണിക്, ഓഡിബിൾ സൗണ്ട്, അൾട്രാസോണിക്. ഇനി നമ്മുടെ അടുത്ത ആളെന്ന് പറയുന്നത് എന്താണ്? ഓഡിബിൾ സൗണ്ട് ആണ്. ഈ ഓഡിബിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിബിൾ സൗണ്ട് ഈസ് ദ സൗണ്ട് ബിറ്റ്വീൻ ഫ്രീക്വൻസി 20 ഹെർട്സ് ആൻഡ് 20,000 ഹെർട്സ്. നോക്കൂ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20,000 ഹെർട്സ് എന്ന് പറയുന്നത് എന്താണ്? അത് 20 കിലോ ഹെർട്സ് ആണ് അല്ലെ, 20,000 ഹെർട്സ് എന്ന് പറയുന്നത്. അപ്പൊ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓഡിബിൾ സൗണ്ട് എന്ന് പറയാ. അത് മാത്രമല്ല, അത് മനുഷ്യന് എന്താണ്? കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ആണ് ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? അൾട്രാസോണിക് സൗണ്ടുകളാണ്. അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത്, അൾട്രാസോണിക് സൗണ്ടുകളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? അത് 20,000 ഹെർട്സിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, മോർ ദാൻ 20,000 ഹെർട്സ് എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി 20 കിലോ ഹെർട്സിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അത് നമ്മുടെ മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാവുന്ന അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഫ്രീക്വൻസിയുടെ മുകളിലാണ്. അതെന്താണ്? അൾട്രാസോണിക് സൗണ്ട് ദേ ആർ ഇൻഓഡിബിൾ ടു ഹ്യൂമൻ ബീങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഓഡിബിൾ ടു ഹ്യൂമൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അൾട്രാസോണിക് സൗണ്ടുകൾ. ഈ അൾട്രാസോണിക് സൗണ്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്രാസോണിക് സൗണ്ടുകളെ നമുക്ക് മെഡിക്കൽ ഇമേജിംഗ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മെഡിക്കൽ ഇമേജിങ്ങിൽ നമുക്ക് അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പ്രോസസ്സിംഗ് ഓഫ് മെറ്റീരിയൽ പ്രോസസ്സിങ്ങിന്റെ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ടുകളെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ അൾട്രാസോണിക് സൗണ്ടുകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. അൾട്രാസോണിക് സൗണ്ടുകൾക്ക് നമ്മൾ ഒരു 10 ബുക്കിലുണ്ട് അൾട്രാസോണിക് സൗണ്ടുകളുടെ ആ ഒരു നമ്മൾ പറയണ ഈ ബാറ്റ് കോൾസ്, അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന അൾട്രാസോണിക് ക്ലീനിങ് എക്യുപ്മെന്റ്സ്, ഇതൊക്കെ ഡോൾഫിൻ ക്ലിക്സ്, ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ടിന് ഒരു ഉദാഹരണങ്ങളാണ് ഈ പറയുന്നതെല്ലാം. ഓക്കെ, അപ്പോ സൗണ്ടിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു: ഇൻഫ്രാസോണിക് സൗണ്ട്, ഓഡിബിൾ സൗണ്ട്, അൾട്രാസോണിക് സൗണ്ട്. ഇതിന്റെ ഒരു കാറ്റഗറൈസേഷൻ നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഈവൻ തോ നമുക്ക് അത് എന്താ പറയാ ഒരു അറിയാം അല്ലെങ്കിൽ മനസ്സിലാകും എന്നുള്ളതാണെങ്കിൽ പോലും എക്സാമിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം. ഇൻഫ്രാസോണിക് എങ്ങനെയാണ്? ലോവർ ദാൻ 20 ഹെർട്സ് ആണ്. ഓഡിബിൾ എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സ് വരെയാണ്. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 20 കിലോ ഹെർട്സിന് അല്ലെങ്കിൽ 20,000 ഹെർട്സിന് മുകളിലാണ്. അപ്പൊ ഈവൻ തോ നമ്മൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്, അറിയുന്നുണ്ട് എങ്കിൽ പോലും കറക്റ്റ് ഓപ്ഷൻ വായിച്ചിട്ട് ഇത് ഏത് റേഞ്ചിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ ഇപ്പൊ സിസ്മോളജിക്കൽ സ്റ്റഡി ഒക്കെ നടത്തുന്നത് ഏത് സൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് എന്ന് നമുക്ക് അവിടെ പിക്ക് ചെയ്യാൻ സാധിക്കണം. അതായത് എക്സാമ്പിൾസും അതിന്റെ ഒരു ആപ്ലിക്കേഷനും എന്ത് ചെയ്യണം? നമ്മൾ നോക്കി വെക്കണം. ഓക്കെ ആണോ? ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിബിൾ സൗണ്ട്. ഓഡിബിൾ സൗണ്ടിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ഓഡിബിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് 20 ഹെർട്സ് മുതൽ
20 കിലോ ഹെർട്സ് വരെയുള്ള സൗണ്ട്, അതാണ് ഈ ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത്. ഈ ഓഡിബിൾ സൗണ്ടിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. എ, മ്യൂസിക്കൽ സൗണ്ട്. മ്യൂസിക്കൽ സൗണ്ട് എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് എ പ്ലസന്റ് സെൻസേഷൻ ടു ഇയർ. അതായത് വയലിൻ, പിയാനോ, ഫ്ലൂട്ട്. നമുക്ക് വയലിൻ വായിക്കുമ്പോഴും പിയാനോ വായിക്കുമ്പോഴും ഫ്ലൂട്ട് വായിക്കുമ്പോഴും ഒക്കെ കേൾക്കാൻ നല്ല ഇമ്പമാണ് അല്ലെ? അതാണ് പ്ലസന്റ്. നമ്മുടെ മനസ്സിലേക്ക് നല്ല പ്ലസന്റ് ആകും, നമുക്ക് ചെവിക്ക് കേൾക്കാനും സന്തോഷാണ്. അങ്ങനത്തെ സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പീരിയോഡിക് വേവ്സ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കേൾക്കാൻ ഇമ്പവും പ്ലസന്റും ആവുന്നത്? കാരണം അത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പീരിയോഡിക് വേവ്സ്. പീരിയോഡിക് വേവ്സ് ആണ്, അല്ലെങ്കിൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി അവിടെ ഉണ്ട് ഈ സൗണ്ടിന്. മ്യൂസിക്കൽ സൗണ്ട് വേവ് ഫോംസ് ആർ റെഗുലർ ഇൻ ഷേപ്പ്. എങ്ങനെയാണ് മ്യൂസിക്കൽ സൗണ്ടിന്റെ വേവ് ഫോംസിന്റെ ഷേപ്പ്? എങ്ങനെയാണ്? റെഗുലർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ദേ ഹാവ് റെഗുലർ പീരിയോഡിക് നേച്ചർ. അതാണ് പീരിയോഡിക് വേവ്സ്. റെഗുലർ. ദേ ഡു നോട്ട് അണ്ടർഗോ എ സഡൻ ചേഞ്ച് ഇൻ ഷേപ്പ്. അപ്പോൾ ആ സഡൻ ചേഞ്ച് ഇൻ ഷേപ്പ് ഇല്ലാത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ഒരു പീരിയോഡിസിറ്റി അല്ലെങ്കിൽ റെഗുലാരിറ്റി അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ പീരിയോഡിസിറ്റി അല്ലെങ്കിൽ റെഗുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സൗണ്ട് എന്താവുന്നത്? പ്ലസന്റ് സെൻസേഷൻ തരുന്നത്. അത് കേൾക്കാൻ ഇമ്പം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. സോ മ്യൂസിക്കൽ സൗണ്ടിനുകൾക്ക് ഉദാഹരണമാണ് വയലിൻ, പിയാനോ, ഫ്ലൂട്ട് എന്നിവയെല്ലാം. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അതായത് 20,000 ഹെർട്സ് എന്ന് പറയുന്നത് 20 കിലോ ഹെർട്സ് ആണ്. അതിന്റെ ഇടയിലുള്ള സൗണ്ട് ആണ് മനുഷ്യന് ഓഡിബിൾ ആയിട്ടുള്ള, ഹ്യൂമൻ ചെവിക്ക്, നമ്മുടെയൊക്കെ ചെവിക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് അതാണ്. മ്യൂസിക്കൽ സൗണ്ട് ഈസ് വൺ ടൈപ്പ് ഓഫ് ഓഡിബിൾ സൗണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്ത കാറ്റഗറി നോക്കൂ, നോയ്സ്. മ്യൂസിക്കൽ സൗണ്ട് നോയ്സ് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലേ? നോയ്സ്, ശബ്ദം, അത് നമ്മളെ ചിലപ്പോഴൊക്കെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും ഈ സൗണ്ട് എന്ന് പറയുന്നത് അല്ലെ? അല്ല, സൗണ്ട് അല്ല, ഈ നോയ്സ് എന്ന് പറയുന്നത് അല്ലേ? ക്ലാസ്സിലൊക്കെ നമ്മൾ പറയും നോയ്സ്, പിള്ളേർ നോയ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പിള്ളേർ നല്ല ഭംഗിയായിട്ടുള്ള മ്യൂസിക്കൽ സൗണ്ട് ഉണ്ടാക്കുന്നു എന്നല്ല നമ്മൾ പറയാറ്. സോ നോയ്സ്, ഇറ്റ് പ്രൊഡ്യൂസസ് ഡിസ്റ്റർബിങ് സെൻസേഷൻ ടു ഇയർ. അല്ലെ? നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോ നമ്മളെ ചെറിയ മക്കളെയൊക്കെ ചീത്ത പറയുമ്പോഴും അതുപോലെ മുതിർന്നവര് അല്ലെ, നമ്മൾ ഇതൊരു ഭയങ്കര അങ്ങനെ പറയും. അപ്പൊ ഡിസ്റ്റർബിങ്, കാരണം നമ്മളെ ശകാരിക്കുമ്പോൾ നമ്മൾ മ്യൂസിക്കലായിട്ട് നല്ല ഇമ്പമായിട്ടല്ല പറയാ. അതെന്താണ്? ദേ ആർ പ്രൊഡ്യൂസിങ് സെൻസേഷൻ, മീൻസ് ഡിസ്റ്റർബിങ് സെൻസേഷൻ ടു ഇയർ. സോ ഇറ്റ് പ്രൊഡ്യൂസസ് ഡിസ്റ്റർബിങ് സെൻസേഷൻ ടു ഇയർ. ഉദാഹരണങ്ങൾ നോക്കൂ. ഈ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റേഞ്ച് കൂടിയ, നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ തമാശക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. അതും ഒരു തരത്തിലുള്ള നോയ്സ് ആണ്, നമ്മുടെ കേൾക്കുന്ന ആളുടെ ഇതുപോലെ ഇരിക്കും. ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സൗണ്ട് ഓഫ് എയ്റോപ്ലെയിൻ. ഇല്ലേ? എയ്റോപ്ലെയിൻ നിങ്ങൾ നോക്കൂ, ഈ മാനത്ത് കൂടെ ഈ പോണത് മാത്രം കണ്ടിട്ട് ഈ പ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവമല്ല. നിങ്ങൾ ആ ഒരു നമ്മുടെ ആലുവയുള്ള ആ ഒരു എയർപോർട്ടില് നമ്മുടെ ഈ പറയുന്ന റൺവേ റൺവേയുടെ അവിടെയൊക്കെ പോയി ബാക്ക് വശത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്ലെയിൻ തിരിയണ ഒരു ഘട്ടമുണ്ട്. അതായത് റൺവേന്ന് അങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞു വരണ ഒരു ഭയങ്കര ഒരു സൗണ്ടാണ് അതിന്, ഒരു ഗാംഭീര്യമുള്ള ഒരു സൗണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു നോയ്സ് ആണ് ആ ഒരു സൗണ്ട് ഓഫ് എയർപ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ റോഡിലുണ്ടാകുന്ന ട്രാഫിക് അല്ലെ, അതുപോലെ തന്നെ ക്രാക്കേഴ്സ്, ഇതെല്ലാം എന്താണ്? നോയ്സ്, അതായത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സെൻസേഷൻ ആണ്. അതായത് അതിനെ നോയ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അത് ഡിസ്റ്റർബൻസ് ആവണത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പീരിയോഡിക് നേച്ചർ അല്ല, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ നോൺ പീരിയോഡിക് വേവ്സ്. അത് നോൺ പീരിയോഡിക് വേവ്സ് ആണ് ഉണ്ടാക്കുന്നത്. അത് നോൺ പീരിയോഡിക് ആണ്, അവർക്ക് ഒരു റെഗുലാരിറ്റി ഇല്ല. ദ നോയ്സ് വേവ് ഫോംസ് ആർ ഇറഗുലർ ഇൻ ഷേപ്പ്. ഷേപ്പ് എങ്ങനെയാണ്? ഇറഗുലർ ആണ്. ദേ അണ്ടർഗോസ് എ സഡൻ ചേഞ്ച് ഇൻ ഷേപ്പ്. പെട്ടെന്ന് ഷേപ്പിൽ ചേഞ്ച് വരാൻ അവർക്ക് സാധിക്കും. ദേ ക്യാൻ അണ്ടർഗോ എ സഡൻ ചേഞ്ച് ഇൻ ഷേപ്പ്. സോ നോയ്സ് എന്ന് പറയുന്നത് നോൺ പീരിയോഡിക് ആണ്, ഇറഗുലർ ആണ്. ദേ അണ്ടർഗോ എ സഡൻ ചേഞ്ച് ഇൻ ദ ഷേപ്പ്. ഓക്കെ, സോ മ്യൂസിക്കൽ സൗണ്ട് എന്താണ്? അതുപോലെ തന്നെ നോയ്സ് എന്താണ്? അതായത് ഓഡിബിൾ സൗണ്ടിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മ്യൂസിക്കൽ സൗണ്ട്, അയാളുടെ പ്രോപ്പർട്ടി. രണ്ട് നോയ്സ്, അയാളുടെ പ്രോപ്പർട്ടി. ഒന്ന് നോക്കി വെക്കണം. ഇതിങ്ങനെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആ ഒരു പീരിയോഡിസിറ്റിയും അതുപോലെ ഷേപ്പിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നേച്ചർ വെച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ ആണോ? അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട്. മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന് പിച്ച്.
പിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഫ്രീക്വൻസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിച്ച് എന്ന് പറയുന്നത്. സോ മ്യൂസിക്കൽ സൗണ്ട് നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ഓഡിബിൾ സൗണ്ടിന്റെ ഒരാളാണ് ഈ മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്നത്. ആ മ്യൂസിക്കൽ സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒന്ന് പിച്ച്. പിച്ച് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഫ്രീക്വൻസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് പിച്ച് എന്ന് പറയുന്നത്. ഇനി ലോ പിച്ച് ഫ്രീക്വൻസി ലോ പിച്ചുള്ള ആളെന്ന് പറയുന്നത് എന്താണ്? ലോ ഫ്രീക്വൻസി ആയിരിക്കും. ഹൈ പിച്ച് എന്ന് പറയുമ്പോൾ അത് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. സോ പിച്ച് എന്ന് പറയുന്നത് മ്യൂസിക്കൽ സൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി അടുത്ത് നോക്കൂ, ഇന്റൻസിറ്റി ഓഫ് ദ സൗണ്ട്. അത് അടുത്തത് സൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതെന്ന് പറയുന്നത് കുറച്ച് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഇറ്റ് ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി ത്രൂ യൂണിറ്റ് ഏരിയ നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി ത്രൂ യൂണിറ്റ് ഏരിയ. എനർജി ആയതുകൊണ്ടാണ് ഇവിടെ യൂണിറ്റ് വന്നിരിക്കുന്നത്. എന്താണ് എനർജി? W വാട്ട് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഏരിയ മീറ്റർ സ്ക്വയർ അല്ലെ? സോ എനർജി, അതുകൊണ്ടാണ് W/m² എന്ന് വന്നിരിക്കുന്നത്. സോ ടോട്ടൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി ത്രൂ യൂണിറ്റ് ഏരിയ. ആ യൂണിറ്റ് ഏരിയ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അതായത് ഈ ഒരു എനർജി അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഈ ആവറേജ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി ത്രൂ യൂണിറ്റ് ഏരിയ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ഓക്കെ, ഇനി അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇന്റൻസിറ്റി I ഈസ് ഈക്വൽ ടു, ഇമ്പോർട്ടന്റ് ആണ്, 2π² n² a² റോ ഇൻറ്റു സി എന്നാണ് ഇക്വേഷൻ. ഇതില് I എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ്. I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ദ സൗണ്ട് ആണ്. N എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ വേവ് ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ആണ്. C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ വേവ് ഇൻ ദ മീഡിയം ആണ്. സോ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ പഠിച്ചു വെക്കുക. I ഈസ് ഈക്വൽ ടു 2π² n² a² റോ ഇൻറ്റു സി. ഓക്കെ, N എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ന്യൂ എന്ന് പറയും. കുറച്ചും കൂടി പ്രിലിമിനറി ആയിട്ട് ഫ്രീക്വൻസി നമ്മൾ N എന്ന് പറയും അല്ലെ? സോ n² a² then റോ ഇൻറ്റു സി. I ഈസ് ഈക്വൽ ടു 2π² n² a² റോ സി എന്നാണ് ഇക്വേഷൻ. W/m² ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അത് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി പെർ യൂണിറ്റ് ഏരിയ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ഓർ നോർമൽ ടു ദ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. ഓക്കെ, ഇനി നോക്കൂ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകൾ നോക്കാം. എന്താണ് ഈ ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്? മിനിമം ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ദാറ്റ് ഹ്യൂമൻ ഇയർ ക്യാൻ പെർസീവ്. മനുഷ്യന്റെ ചെവിക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഇന്റൻസിറ്റിനെയാണ് എന്ത് വിളിക്കുക? ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് വിളിക്കുക. The standard minimum threshold of hearing of human ear at 1000 Hertz, okay, in actually SI unit is, that is I0 is equal to 10⁻⁻12 W/m² എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എക്സാമിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഐഡിയാസ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടേം ആണ് ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അതായത് മിനിമം ഇന്റൻസിറ്റി, നമ്മുടെ ചെവിക്ക് സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ കേൾക്കാവുന്ന മിനിമം ഇന്റൻസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ത്രെഷോൾഡ് ഓഫ് പെയിൻ ഇന്റൻസിറ്റി, മിനിമം ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് അറ്റ് വിച്ച് ഹ്യൂമൻ ഇയർ ഫീൽ പെയിൻ. അതായത് പെയിൻ തോന്നുന്ന മിനിമം ഇന്റൻസിറ്റിനെയാണ് വിളിക്കുക ത്രെഷോൾഡ് ഓഫ് പെയിൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. സോ ത്രെഷോൾഡ് ഓഫ് പെയിൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അത് 1 W/m² ആണ്. ഓക്കെ, അതാണ് അതിന്റെ ആ ഒരു ത്രെഷോൾഡ് ഓഫ് പെയിൻ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സൗണ്ടിന്റെ, മ്യൂസിക്കൽ സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ നമ്മൾ 1ഉം 2ഉമായിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. അടുത്തതായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ടിംബർ ഓർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ടിംബർ ഓർ ക്വാളിറ്റി എന്ന് പറയുന്നത്
അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ സൗണ്ടിന്റെ. ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ്, ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് വൺ മ്യൂസിക്കൽ സൗണ്ട് ഫ്രം അനദർ ഹാവിംഗ് സെയിം പിച്ച് ആൻഡ് സെയിം ലൗഡ്നെസ്. അതായത് സെയിം പിച്ചും സെയിം ലൗഡ്നെസ്സും ഉള്ള സൗണ്ടുകളെ, വൺ മ്യൂസിക്കൽ സൗണ്ട് ഫ്രം അതർ, അതായത് പല പല സൗണ്ടുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടിംബർ ഓർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷേപ്പ് ഓഫ് ദ വേവ് ഫോം, മിക്സ്ചർ ഓഫ് ഫ്രീക്വൻസി പ്രസന്റ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഷേപ്പ് ഓഫ് ദ വേവ് ഫോം, അതുപോലെ മിക്സ്ചർ ഓഫ് ഫ്രീക്വൻസി പ്രസന്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ സെഷൻ ആയിരുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ പോലും നിങ്ങൾ കണക്കാക്കണം. കൂടുതൽ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു സെഷനിൽ നമ്മൾ സൗണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ 1-2 ടേമുകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൗണ്ട്, മ്യൂസിക്കൽ സൗണ്ട്, നോയ്സ്, അതുപോലെ തന്നെ ഇവരുടെ പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ട്, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നും. കാരണം ഇത് ഒരു രസകരമായി പഠിച്ചു പോകാവുന്ന വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തൊരു ഭാഗം. മീൻസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇക്വേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഭാഗമാണ്, പ്രൂഫുകളൊന്നുമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് പിച്ച്, അതുപോലെ തന്നെ ടിംബർ, ക്വാളിറ്റി, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതിനൊറ്റ വഴിയുള്ളൂ, എന്താണ്? മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, MCQs. ഓക്കെ, പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.